ഹായ് വ്യൂവേഴ്സ്. ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത് IT റിട്ടേൺസിൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചിട്ടും IT ഫയൽ ചെയ്യുന്നതിന് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ IT റിട്ടേൺസിനെ കുറിച്ചിട്ട് സമൂഹത്തിലുള്ള അല്ലെങ്കിൽ ഇൻകം ടാക്സ് അടയ്ക്കുന്നതിനെ കുറിച്ചിട്ട് സമൂഹത്തിലുള്ള ഒരു എന്താ പറയുക മെൻറ്റാലിറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ സെനാരിയോ എന്താണെന്ന് വെച്ചാൽ IT റിട്ടേൺസ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങളുടെ ഒരുപാട് ടാക്സ് അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരുപാട് ടാക്സ് നമ്മൾ ഗവൺമെൻറ്റിന് കൊടുക്കുക, നിങ്ങളുടെ തുച്ഛമായ സേവിങ്സ്. ഇങ്ങനെയുള്ള മെൻറ്റാലിറ്റിയൊക്കെ വളരെ എന്താ പറയുക നെഗറ്റീവാണ്, അല്ലെങ്കിൽ അതൊന്നും വാസ്തവമല്ല. ആക്ച്വലി നിങ്ങൾ സമ്പാദിക്കുന്നതിന് നിങ്ങൾ IT അടയ്ക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ആസ് പെർ കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും ഇൻകം ടാക്സ് ആക്ട് പ്രകാരമായാലും അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പിന്നെ നിങ്ങളത് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നിങ്ങളുടെ ഇതുവരെയുള്ള മണി നമുക്ക് വൈറ്റ് മണി ആയാലും അത് സേഫായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ലോൺസിന് പോകുമ്പോഴും കാർസ് EMIs എടുക്കുമ്പോഴും ഒക്കെ ഒരുപാട് ബെനിഫിറ്റാണ് IT റിട്ടേൺസ്. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങളുടെ പ്രോഫിറ്റിൻ്റെ പുറത്ത് ഫ്ലാറ്റ് 30% ടാക്സ് അടയ്ക്കുന്ന ഒരു രീതിയൊന്നും അല്ല IT റിട്ടേൺസിൻ്റെ രീതി. അതിന് കുറേ ഡയമെൻഷൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്കത് ചെയ്യാം? ഇപ്പോൾ സാധാരണ സാലറി വാങ്ങുന്ന ഒരാളാണെങ്കിൽ ആൾക്ക് ഫോം 16 ഉണ്ടാവും. അതിൻ്റെ ബേസിൽ IT അടയ്ക്കാം. അതിൻ്റെ ബേസിൽ IT അടയ്ക്കുന്നതോട് തന്നെ ആളുടെ മെഡിക്കൽ എക്സ്പെൻസസ്, അതേപോലെ തന്നെ ചാരിറ്റിക്ക് കൊടുക്കുന്ന ഡൊണേഷൻസ്, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, ആൾക്ക് മക്കളുണ്ടെങ്കിൽ മക്കളുടെ ട്യൂഷൻ ഫീ, ഇതെല്ലാം നമുക്ക് എക്സ്പെൻസായി ക്ലെയിം ചെയ്യാം. ഇതൊന്നും അല്ല ATC ATG ഡിഡക്ഷൻസിൽ ഒരുപാട് ഡിഡക്ഷൻസ് നമുക്ക് ക്ലെയിം ചെയ്യാം. അതിനൊക്കെ ശേഷമുള്ള ടാക്സിൻ്റെ ഒരു തുച്ഛമായ ശതമാനം മാത്രം നമ്മൾ IT അടച്ചാൽ മതി. ഇൻ കേസ് അതല്ല, നമ്മളുടെ പ്രോഫിറ്റ് ബിസിനസ്സോ പ്രൊഫഷൻ്റെയോ പ്രോഫിറ്റ് ആണെങ്കിൽ പോലും നമുക്ക് നമ്പർ ഓഫ് എക്സ്പെൻസസ് ക്ലെയിം ചെയ്തിട്ട് അതിന് ശേഷം വരുന്ന പ്രോഫിറ്റിന് മാത്രം ടാക്സ് അടച്ചാൽ മതി. സോ അതാണ് അതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. സോ എൻറ്റയർലി ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കേരള സ്റ്റേറ്റിൽ ഒരു എന്താ പറയുക ഇൻറ്റൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ മൈൻഡിൽ എങ്ങനെയോ ഒന്ന് പോയ ഒരു വ്യവസ്ഥ. ലൈക്ക് IT അടച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻകം ഡിറ്റക്റ്റഡ് ആവും, അല്ലെങ്കിൽ നമ്മളുടെ സോഴ്സ് ഓഫ് ഇൻകം ചോദിക്കും, അതുപോലെ ഒരുപാട് എമൗണ്ട് ഓഫ് ടാക്സ് നമ്മൾ അടയ്ക്കണം എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒരു നെഗറ്റീവ് റിമാർക്ക് മാത്രമാണ്. ആക്ച്വലി അത് എല്ലാ പൗരൻ്റെയും ഇന്ത്യൻ സിറ്റിസൻ്റെയും ഉത്തരവാദിത്വമാണ്. സോ അത് നമ്മൾ അടയ്ക്കുകയാണ് വേണം. സോ അത് അടയ്ക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നഷ്ടം വരാൻ പോകുന്നതുമല്ല. സോ ഒരു നല്ലൊരു ടാക്സ് പ്ലാനറിനെ അല്ലെങ്കിൽ നല്ലൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ സർവീസസ് നിങ്ങൾ അവൈൽ ചെയ്തിട്ട് നിങ്ങൾ IT ഫയൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഒട്ടുമിക്ക എക്സ്പെൻസസുകളും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതിൻ്റെ ബേസിൽ വളരെ തുച്ഛമായ ഒരു എമൗണ്ട് മാത്രം IT അടച്ചാൽ മതിയാവും. ഇതൊന്നും അറിയാത്തവരാണ് ഈ പ്രോഫിറ്റിന് മൊത്തമായിട്ട് ടാക്സ് അടയ്ക്കണം എന്നുള്ള ഒരു ഇൻറ്റ്യൂഷൻ മനസ്സിലുള്ളത് കൊണ്ടാണ് ഒരുപാട് പേരും IT അടയ്ക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. സോ ആ ഒരു റിമാർക്ക് നമ്മൾ മാറ്റിയെടുക്കണം. ഒരുപാട് രീതിയിൽ നമുക്കത് ചെയ്യാം. സാലറീഡ് പേഴ്സൺസിന് മെഡിക്കൽ എക്സ്പെൻസസ് പറഞ്ഞ പോലെ, അതുപോലെ തന്നെ പ്രോഫിറ്റ് PGBP അല്ലെങ്കിൽ ബിസിനസ്സുകൾക്ക് അതിൻ്റെ എക്സ്പെൻസസ് ക്ലെയിം ചെയ്യാമെന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോ എക്സ്പെൻസസിനും അതിൻ്റേതായ, ഓരോ ഇൻകത്തിനും അതിൻ്റേതായ എക്സ്പെൻസസ് നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. സോ അതാണ് ഇൻകം ടാക്സ് ആക്ടിൻ്റെ ഒരു പ്രത്യേകത. സോ ഇത് അറിയാതെ നിങ്ങൾ ഫയൽ ചെയ്യാതെ ഇരിക്കുന്നതും നിങ്ങളെ തന്നെ ഡേഞ്ചറിലേക്ക് വയ്ക്കണം. കാരണം ഇത്രയും ഇൻകം നിങ്ങൾ ഏൺ ചെയ്യുന്നത് നിങ്ങൾ ബാങ്കിലിടാതെയോ ക്യാഷായിട്ട് വെച്ചിട്ടൊക്കെ ഏൺ ചെയ്യുന്ന എമൗണ്ട്സ് നിങ്ങൾക്ക് തന്നെ ഫ്യൂച്ചറിൽ ഒരു വലിയ പ്രോബ്ലമായിട്ട് വരും. അതിൻ്റെ സോഴ്സ് നിങ്ങൾ കാണിക്കേണ്ടി വരും. അപ്പോൾ പെനാൽറ്റിയോട് കൂടെ ടാക്സ് അടയ്ക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരും. സോ ഇതൊന്നും ഇല്ലാതെ മാർച്ച് 31 ആണ് നമ്മൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ നമ്മുടെ IT ഫയൽ ചെയ്യും. അപ്പോൾ അങ്ങനെ വ്യക്തമായിട്ട് ഫയൽ ചെയ്ത് നല്ലൊരു ടാക്സ് പ്ലാനർ അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് വെച്ചിട്ട് ഫയൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ തുച്ഛമായ എമൗണ്ടിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാവുന്നതാണ്. അതാണ് ഓരോ ഇന്ത്യൻ സിറ്റിസൻ്റെയും റെസ്പോൺസിബിലിറ്റി. നമ്മളുടെ രാജ്യം നമുക്ക് നൽകുന്ന സുരക്ഷ, അതിൻ്റെ ഒപ്പം തന്നെ മറ്റ് ഫെസിലിറ്റികൾക്ക് 1% നമ്മളുടെ ഇൻകത്തിൻ്റെ ടാക്സ് അടയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ കൺസെപ്റ്റ്. സോ അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മൾ ഫോളോ ചെയ്തിട്ട് ഒരു റെസ്പോൺസിബിൾ സിറ്റിസണായിട്ട് പോകുന്നതിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. നിങ്ങൾക്ക് ലോൺ എടുക്കാനും മറ്റു കാര്യങ്ങൾക്കുമെല്ലാം ഒരുപാട് ബെനിഫിറ്റ് ഇതിൽ നിന്ന് കിട്ടും. സോ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.